ആരക്കോട് ചമരകളിൽ മഹാപ്രപഞ്ചമൊന്നും പതിച്ചിട്ട് അപ്പോൾ കടത്ത് തപ്പോടി കുതിരകൾ അപ്പോൾ കടത്തി തപ്പോടി കുതിരകൾ കൃഷ്ണവർണ്ണ മുടലിട പടിവാടലിലെ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊന്നൊരു ഹോളിഡേ ആണ്. അപ്പോൾ വിചാരിച്ചു ഡ്രസ്സ് എടുക്കാൻ പോവാണ്. കുറച്ചും കൂടി അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല തിരക്കി, കാരണം ഷോപ്പൊക്കെ. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ചെയ്തിരുന്നത് അവസാനത്തൊക്കെ പോയി എടുക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് നേരത്തെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കൊന്ന് ലീവാണ്. അപ്പോൾ ഞാനും അനിയനും കൂടി നേരെ പോവാണ്. നമ്മൾ കോട്ടയ്ക്ക് സീനത്തിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അല്ല, അവിടെയാണ് നമ്മൾ പോയത്. അങ്ങനെ നേരെ പോയി. എനിക്ക് ഫുൾ കൺഫ്യൂഷനായി ഗൈസ്. അവിടെ എത്തിയപ്പോൾ കുറേ നല്ല കളക്ഷന് ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ പോരാൻ പറ്റി. പിന്നെ ഞങ്ങളൊരു ഉച്ചരൊക്കെ ആയപ്പോഴാണ് ഡ്രസ്സ് എടുക്കാൻ പോയത്. വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടായിരുന്നു. അപ്പോൾ കുറേ നേരം ഇരുന്നതിൻ്റെ ശേഷമാണ് ഗൈസ് എനിക്കൊരു ഡ്രസ്സ് കിട്ടിയത്. അപ്പോൾ എൻ്റെ അനിയനിൻ്റെ ഒപ്പം വന്നിട്ട് ആകെ പോസ്റ്റായിട്ട് ബോറടിച്ച് നിൽക്കുന്ന സീനുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഫൈനലി ഞാനൊരു അനാർക്കലി ആണ് സെലക്ട് ചെയ്തത്. കുറേ കാത്തിരിപ്പിന് ശേഷം നമ്മളെ ഡ്രസ്സൊക്കെ കിട്ടി. നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തിട്ട് വേഗം അവിടെ നിന്ന് തന്നെ ഇറങ്ങി. എന്നിട്ട് നമ്മൾ നേരെ പോയത് എൻ്റെ അനിയനിക്ക് ഷൂ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ അറിയേണ്ട ഷോപ്പാണ്, നമ്മളെ ഫ്രണ്ടിൻ്റെ ഷോപ്പായിരുന്നു. അങ്ങനെ പുത്തനത്താണി വരുന്ന മാർക്കോയിലാണ് നമ്മൾ പോയത്. അവിടെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു, പുതിയ മോഡൽസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനിപ്പോൾ എന്താ പറയാമെന്ന് നമുക്കറിയില്ല. നല്ല അഫോർഡബിൾ പ്രൈസിലുള്ള ഷൂസും നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള അത്യാവശ്യം ബ്രാൻഡഡ് ഐറ്റംസ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അതിന് ശേഷം എനിക്ക് പാൻറ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുത്തനത്താണിയിലുള്ള യൂസൈറ്റ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ പോയി. അവിടെ ആയാൽ തന്നെ നല്ല അഫോർഡബിൾ പ്രൈസിൽ നല്ല ബാഗി പാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓനെ പോസ്റ്റാക്കിയ മാതിരി ഓനെ കുറച്ച് നേരം പോസ്റ്റാക്കി. അങ്ങനെ നമ്മൾ മാർക്കോയിൽ പൈസ കൊടുത്തിട്ടില്ലായിരുന്നു. ഇതാണ് മാർക്കോൻ്റെ ഓണർ ഗൈസ്. പിന്നെ അപ്പുറത്തിരിക്കണതും ഇപ്പം രണ്ടാളാണ് ഇതിൻ്റെ ഉടമസ്ഥക്കാർ. അങ്ങനെ നമ്മൾ പൈസ കൊടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ പൈസ കൊടുക്കാൻ വേണ്ടി വന്ന് പിന്നെ അവരോട് കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞു. എന്നിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി. അങ്ങനെ പുറത്തൊക്കെ പോയി നല്ല വെയിൽ കൊണ്ട് വന്ന് നല്ല ടാനൊക്കെ അടിച്ചിരുന്നു. അങ്ങനെ വേഗം പോയിട്ട് ഫ്രഷായി. ഒരു പെട്ടെന്ന് ട്രാൻസിഷനൊക്കെ ആയി ഗൈസ്. അങ്ങനെ നേരെ നമ്മളെ ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ കിച്ചണിക്ക് വന്നിക്കാണ്. കിച്ചണിക്ക് വന്നപ്പോൾ നമുക്കിന്ന് ദോശയാണ് ഗൈസ്. നമുക്ക് ഇന്നും ദോശയാണ്. അപ്പോൾ അമ്മായി ഇങ്ങനെ ദോശ ചുട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അമ്മായിൻ്റെ പണിയാണ് ഇന്ന് ദോശ ചുടില്ല. അത് കഴിഞ്ഞതിൻ്റെ ശേഷം എൻ്റെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഉണ്ടായിരുന്നു. ചിക്കനൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്കിപ്പി പിന്നെ ചിക്കൻ്റെ കാവലിരിക്കും. ഓനക്ക് അതിനൊരു പീസ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പം ഞാൻ കുറച്ച് കൂടുതൽ ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഇങ്ങനെ കവറിലാക്കി മാറ്റിയെടുത്ത് വെക്കും. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് സുഖമാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും എണ്ണക്കടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇറച്ചിയുള്ള പീസ് അതും വേറെ മാറ്റി വെക്കും. അപ്പോൾ കിച്ചണിക്ക് വന്ന പണിൻ്റെ ഫസ്റ്റ് പണി അതായിരുന്നു. അത് കഴിഞ്ഞതിൻ്റെ ശേഷം അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറി ഉണ്ടാക്കലാണ്. അതും എൻ്റെ പരിപാടിയാണ്. അങ്ങനെ ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞ് പെട്ടെന്ന് എൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറി അങ്ങോട്ട് ഉണ്ടാക്കി. അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊരിക്കടി ഉണ്ടാക്കലാണ്. നമ്മൾ ഈ നോമ്പിന് അങ്ങനെ എണ്ണക്കടികൾ ഒന്നും ഉണ്ടാക്കലില്ല. ഇപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ അത് ഉമ്മ ഉണ്ടാക്കൽ. ഉമ്മാൻ്റെ സ്പെഷ്യൽ പഴംപൊരി, സ്പെഷ്യൽ ഉള്ളിവട, അതൊക്കെ. ഈ സ്പെഷ്യലിന് എടുത്ത് പറയാൻ കാരണം അത് അത്രയും സ്പെഷ്യലായത് കൊണ്ടാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ചിക്കൻ കറിൻ്റെ ബാക്കി പരിപാടികൾ ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം കുറച്ച് ചിക്കൻ ഫ്രൈ ആക്കാൻ വിചാരിച്ച് നൈറ്റ് ഫുഡ് കഴിക്കുമ്പോൾ ഞാനല്ല ബാക്കിയുള്ളവരൊക്കെ കഴിക്കും ഗൈസ്. അപ്പോൾ ഞാൻ അതിൽ നമ്മൾ
മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഉണക്കിയിട്ട തുണികൾ അയലിലിടാണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മറന്നു പോയി. അപ്പോൾ ഞാൻ മുകൾക്ക് ഇങ്ങനെ പോയപ്പോഴാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ വേഗം അത് പോയിട്ട് ചെയ്തു. പിന്നെ ജ്യൂസ് ഉണ്ടാക്കുക എന്നുള്ളത്, ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ് എനിക്ക് ഉണ്ടാവുക, നല്ലൊരു ചില്ലറ പരിപാടികൾ. അങ്ങനെ ഞാൻ മുസമ്പി ജ്യൂസ് അതൊക്കെ റെഡിയാക്കി. പിന്നെ നമ്മൾ ചിക്കൻ കറിക്ക് ഭംഗിക്കും ടേസ്റ്റിനും വേണ്ടി കുറച്ച് ചപ്പ് ഞാനിങ്ങനെ അരിഞ്ഞ് വെച്ചതുണ്ടാവും, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അങ്ങനെ നമ്മൾ കറി സെറ്റാക്കി. പിന്നെ ഏകദേശം ബാങ്ക് കൊടുക്കാനുള്ള സമയമായപ്പോൾ നമ്മൾ ടേബിളിൽ നമ്മളെ സംഭവങ്ങളൊക്കെ സെറ്റാക്കി എടുത്ത് വെച്ചിട്ട് വെയിറ്റിംഗ് ആണ് ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ബാങ്ക് കൊടുത്തപ്പോൾ നോമ്പ് തുറന്നു ഗൈസ്. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ എല്ലാതും അപ്പം തന്നെയാണ് കഴിക്കൽ. നമ്മൾ കുറേ ഒന്നും ഉണ്ടാക്കി വെക്കില്ല, എല്ലാം കുറച്ച് കുറച്ച് ഉണ്ടാക്കലുള്ളൂ. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കലും എണ്ണക്കടികൾ കഴിക്കലും പിന്നെ ചായ കുടിക്കലും എല്ലാം ഒപ്പം തന്നെയാണ്. പിന്നത്തേക്ക് വെക്കലില്ല. അതാകുമ്പോൾ പിന്നെ എല്ലാ പരിപാടികളും അപ്പം തന്നെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ നിസ്കരിച്ച് ഓതാനൊക്കെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഗൈസ് നമ്മൾ റമദാനിലെ ഓരോ ദിവസങ്ങളും പോകുന്നത്. ഹോപ്പ് യു ഗൈസ് നിങ്ങളതും എല്ലാം അടിപൊളിയായിട്ട് പോകുന്നുണ്ട് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.